വെൽക്കം ബാക്ക് ടു എജുപോഡ്. സ്വാതി മിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മൾ ഓണ എക്സാമിൻ്റെ അടുത്ത് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മിസ്സിൻ്റെ മക്കളൊക്കെ സ്കൂളിലൊക്കെ ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ സ്പീഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആണല്ലോ അല്ലേ? ഓണ എക്സാം എത്താനായിട്ടുണ്ട് കേട്ടോ. വെറുതെ ഓണ എക്സാം എന്ന് പറയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു മാസം പോലും തികച്ചില്ല ഓണ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ നേരത്തെ തന്നെ ചാപ്റ്റേഴ്സ് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എക്സാം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പം എന്താണ്, നമ്മൾ നേരത്തെ ക്ലാസ്സസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എവിടെ? നമ്മുടെ എജുപോർട്ടിൽ ക്ലാസ്സസ് ഒക്കെ ഏതോ ദിവസം ഏതോ ടൈമിൽ തുടങ്ങിയിട്ടുണ്ട്. വെക്കേഷനിലേ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓൾറെഡി എജുപോർട്ടിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ കുറച്ച് പേര് വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പം ഇനി ആർക്കെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ എന്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഡ്മിഷൻ കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം നിങ്ങൾ ആർക്ക് വേണമെങ്കിലും, നിങ്ങൾക്ക് എത്ര ക്ലാസ്സിൽ നിങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ചിലപ്പോൾ എജുപോർട്ടിൽ പഠിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ 6ാം ക്ലാസ്സിലും എന്ത് ചെയ്യാം, എജുപോർട്ടിൽ നമ്മുടെ കൂടെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അഡ്മിഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു നമ്പർ ഇങ്ങനെ പോകുന്നത് കാണാം. അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി? അപ്പം മിസ് എന്താ വന്നിരിക്കുന്നത്, നമുക്ക് എക്സാമിനുള്ള ഒരു ചാപ്റ്ററിൻ്റെ ഈസി സമ്മറി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ആശയം മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോവാണ്. ഏത് ചാപ്റ്ററാണ്? യെസ്, നമ്മുടെ ആദ്യത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാപ്റ്റർ ഉണ്ടായിരുന്നു നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഏതാണ്? മിസ് പിക്ചർ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ദേ വന്നല്ലോ അളിയം വന്നിട്ടുണ്ട് നമ്മുടെ നീലി ചിടിയാം. എന്താണ് നീലി ചിടിയ? അതെ, നോക്കിയോ, എന്താ നീലി ചിടിയ. നീലി എന്ന് പറഞ്ഞാൽ നീല, ബ്ലൂ കളർ എന്നാണ് അർത്ഥം. ഓക്കെ, ആ നീല കളറാണ്. അപ്പം നീലി ചിടിയ എന്ന് പറഞ്ഞാൽ നീല പക്ഷി. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ് അർത്ഥം. അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പം നീല പക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ് ആരാ എഴുതിയിട്ടുള്ളത്? ഹരിവംശ് റായ് ബച്ചൻ. ആരാണ്? ഹരിവംശ് റായ് ബച്ചൻ. മിസ് ഇവിടെ എഴുതാട്ടോ, ഹരിവംശ് റായ് ബച്ചൻ. ഓക്കെ അല്ലേ? വലിയൊരു പേരാണല്ലേ. അമിതാഭ് ബച്ചൻ ഓർത്താൽ മതി, ഹരിവംശ് റായ് ബച്ചൻ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റും കേട്ടോ. റെഡിയാണ്? അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു ഈസി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സമ്മറി മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആശയം പരീക്ഷയ്ക്ക് നിങ്ങളുടെ അടുത്ത് ആശയം എഴുതാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ആശയം പഠിച്ചു വെക്കണ്ടേ, കുഞ്ഞായിട്ട് പഠിച്ചു വെക്കണ്ടേ, എളുപ്പത്തിൽ മനസ്സിലാക്കണ്ടേ. അപ്പം നോക്കിയോ, സ്വാതി മിസ് പറഞ്ഞുതരാം. എന്താണ് ആ ചാപ്റ്റർ, എന്തൊക്കെയായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് മിസ് പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. ആദ്യം എന്താ മിസ് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ കവിത നീലി ചിടിയ. അതാണ് നമ്മുടെ കവിതയുടെ പേരാണ്. അടുത്തത് ലേഖക്. എന്താണ് ഇത് വായിക്കുന്നത്? ലേഖക് എന്നാണ്. എന്താണ് ഈ ലേഖക് എന്ന് പറഞ്ഞാൽ? ലേഖക് എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ. ഓക്കെ, അതിൻ്റെ റൈറ്ററാണ്. മിസ് ഇവിടെ എഴുതാം. ലേഖക് എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ ആരായിരുന്നു? ഹരിവംശ് റായ് ബച്ചൻ. ആളുടെ പേരാണ് മിസ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് ഒരെണ്ണം പാത്ര എന്നാണ് ഇത് വായിക്കുക. പാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന പാത്രമാണോ? നമ്മുടെ പ്ലേറ്റ്, ടിഫിൻ ബോക്സ് ആണോ? ആ പാത്രമല്ല ഈ പാത്രം. ഇവിടെ പാത്രം എന്ന് പറഞ്ഞാൽ കഥാപാത്രം, ക്യാരക്ടർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അതേ മിസ് ഇവിടെ എഴുതാം, കഥാപാത്രമാണ് എന്ത്? പാത്രം എന്ന് പറഞ്ഞാൽ ആരാണ് ഇതിലെ മെയിൻ കഥാപാത്രം? നായകൻ ആരാണ് മക്കളെ? ഏക് സുന്ദർ നീലി ചിടിയ. ഒരു സുന്ദർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നീലി ചിടിയ, നീല പക്ഷിയാണ് ഈ ചാപ്റ്ററിലെ കഥാപാത്രം ആണല്ലോ. ലേഖകനെ മിസ് പറഞ്ഞു തന്നു, അതിലെ കഥാപാത്രം ആരാണെന്ന് പറഞ്ഞു തന്നു. ഇനി നമ്മൾ എന്താ നോക്കുന്നത്? ആശയമാണ്. സാരാംശം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആശയമാണ്. ആശയം നമ്മൾ നോക്കുകയല്ലേ. ഇത്രയും കുഞ്ഞാശയമാണ്. ഇത് നിങ്ങൾ നന്നാക്കി പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൻ്റെ, ഈ കവിതയുടെ ആശയം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതുക മിസ്സിൻ്റെ മക്കള്. ഓക്കെ, സെറ്റ് മിസ്സാ? അപ്പം മിസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോവാണ്. നന്നാക്കി ശ്രദ്ധിച്ചോളൂ, നന്നാക്കി ശ്രദ്ധിക്കണം. റെഡി ആണല്ലോ? നോക്കിക്കോളൂ. യഹ് കവിത एक बहुत ही प्यारी और अनोखी नीली चिड़िया के बारे में है. എന്താ പറഞ്ഞിരിക്കുന്നേ? യഹ് കവിത എന്ന് പറഞ്ഞാൽ ഈ കവിത ഏക് ബഹൂത് ഹി പ്യാരി ഓർ അനോഖി, വളരെയധികം എന്താണ്? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. എന്താണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നല്ല ഭംഗിയുള്ള ഒരു അനോഖി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള, അനോഖി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തം എന്നാണ് മീനിങ് അല്ല. ഈ ഒരു കവിത എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള
ചിടിയാക്കെ ബാരേമേം പക്ഷിയെ കുറിച്ചാണ്. ഓക്കെ, ചിടിയാക്കെ ബാരേമേം, ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷിയാണ്, പക്ഷിയെ ബാരേമേം കുറിച്ചാണ്. ഓക്കെ അല്ലേ? ഇനി ബാക്കി നോക്കിയോ. ജി എന്താണ്? ജോ നീലേ ആസ്മാൻ സേ ഉദരി ഹേ. ജോ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്. ഓക്കെ, അത് എന്താണ്? എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? നീലേ ആസ്മാൻ സേ ഉദരി ഹേ, നീലാകാശത്തിൽ നിന്നും ഇറങ്ങി വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഉദരി എന്ന് പറഞ്ഞാൽ ഇറങ്ങിയത്. നീലാകാശത്തിൽ നിന്നും ഇറങ്ങി വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു പക്ഷിയെ കുറിച്ചിട്ടാണ് ഈ കവിത. ഓക്കെ അല്ലേ? റെഡി ആണല്ലോ? അടുത്തേ നോക്കിയോളൂ. വഹ് ഉടുത്തേ ഉടുത്തേ ഗാനാ ഗാത്തി ഹേ. അത് വഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്, അതായത് പക്ഷി. അതെന്താ ചെയ്യുന്നത്? ഉടുത്തേ ഉടുത്തേ ഗാനേ ഗാത്തി, പറന്നിട്ട് പാട്ടുപാടുന്നുണ്ട്. ഓക്കെ, ഉടുത്തേ എന്ന് പറഞ്ഞാൽ പറന്നിട്ട്, ആ പക്ഷി പറന്നിട്ട് ഗാനാഗാത്തി എന്ന് പറഞ്ഞാൽ പാട്ടുപാടുന്നുണ്ട്. അതുപോലെ തന്നെ ഗാത്തേ ഗാത്തേ ഉടുത്തി ഹേ, പാടി പാടിയിട്ട് പറക്കുന്നുണ്ട്. രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഓപ്പോസിറ്റ് പറഞ്ഞു. പറന്നിട്ട് പാടുന്നുണ്ട്, പാടിയിട്ട് പറക്കുന്നുണ്ട്. ആ രണ്ട് കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ബഹു പേടോം കി ഏക് ഫുൻകി സേ ദൂസരി ഫുൻകി പർ കൂദ്തി ഹേ. അതെന്താ ചെയ്യുന്നത്? മരത്തിന്റെ ഒരു ശിഖരത്തിൽ നിന്നും മറ്റൊരു ശിഖരത്തിലേക്ക് ഇങ്ങനെ പാറിപ്പറക്കുന്നുണ്ട്. ശിഖരം എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചാണ്, മരത്തിന്റെ കൊമ്പാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഏക് ഫുൻകി എന്ന് പറഞ്ഞാൽ മരത്തിന്റെ മുകളിലുള്ള ഏറ്റവും ഉയരത്തിലുള്ള കൊമ്പാണ്. അപ്പൊ എന്താ പറയുന്നത്? ഏക് ഫുൻകി, ഒരു ഫുൻകിയിൽ നിന്നും, ഒരു കൊമ്പിൽ നിന്നും, ദൂസരി ഫുൻകി, അടുത്ത. ദൂസരി എന്ന് പറഞ്ഞാൽ അടുത്ത എന്നാണ്, രണ്ടാമത്തെ എന്നാണ് മീനിങ്. അപ്പൊ ഒരു കൊമ്പിൽ നിന്നും രണ്ടാമത്തെ കൊമ്പിലേക്ക് അല്ലെങ്കിൽ അടുത്ത കൊമ്പിലേക്ക് കൂദ്തി ഹേ. കൂദ്തി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് ചാടുന്നു, ചാടി എന്നാണ് മീനിങ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഓർ പത്തേ കെ പീച്ചേ ചിപ്കർ മീഠാ ഗാനാ ഗാത്തി ഹേ. പിന്നെന്താ ചെയ്യുന്നത്? പത്തേ കെ പീച്ചേ, പത്തേ എന്ന് പറഞ്ഞാൽ ഇലയാണ്. ഓക്കെ, പത്തേ കെ പീച്ചേ എന്ന് പറഞ്ഞാൽ ഇലയുടെ പിന്നില്, ഇലയുടെ പിന്നിലൊക്കെ ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട്, ചിപ്കർ എന്ന് പറഞ്ഞാൽ എന്താണെടാ? ഒളിച്ചിരുന്ന് അല്ലെങ്കിൽ മറഞ്ഞിരുന്ന്. ഓക്കെ, മറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഗാനാഗാത്തി, പാട്ട് പാടുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. ബഹ് ദാനാ ഗാനേ നീച്ചേ ആത്തി ഹേ. അപ്പൊ അടുത്തത് പറയുന്നത് ഗാന, ഭക്ഷണം എന്നാണ്. ഗാന അതായത് അത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ദാന എന്ന് പറഞ്ഞാൽ ധാന്യം എന്നാണ്. ദാനാ ഖാനെ, ധാന്യം കഴിക്കാനായി, ധാന്യം കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നീച്ചേ ആത്തി, താഴെ വന്നു എന്നാണ്, താഴെ വരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആകാശത്തിൽ, നീലാകാശത്തിൽ പാറിപ്പറക്കുന്ന പക്ഷിയാണ്. എന്താ ചെയ്യുന്നത്? ഒരു മരക്കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് ഇങ്ങനെ അത് ചാടി ചാടി പോകുന്നുണ്ട്, പറക്കുന്നുണ്ട്. പിന്നെ പറയാണ് എന്താണ്? അത് ഇലകളുടെ ഒക്കെ പിന്നിൽ ഒളിച്ചിരുന്നിട്ട്, പത്തേ കെ പീച്ചേ, ഇലകളുടെ പിന്നിൽ ഒളിച്ചിരുന്നിട്ട് ഗാനാഗാത്തിയെ, പാട്ട് പാടുന്നു എന്നാ പറഞ്ഞത്. അടുത്തത് ദാനാഗാനേക്ക് ലിയേ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, ധാന്യം കഴിക്കാൻ വേണ്ടിയിട്ട് എവിടേക്ക് വരുന്നു? നീച്ചയാത്തി. നീച്ച എന്ന് പറഞ്ഞാൽ താഴെയാണ്, താഴേക്ക് വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനം നോക്കിക്കോളൂ. ലേക്കിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പക്ഷേ. ലേക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്തായിരുന്നു? അഗർ കോയി ഉസേ ബുലായേ, ഇനിയിപ്പം മേ ബി ആരെങ്കിലും അതിനെ വിളിച്ചാൽ, ബുലായി എന്ന് പറഞ്ഞാൽ എന്താണ്? വിളിക്കുക എന്നാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും അതിനെ വിളിച്ചാൽ, കോയി എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും ആ നീല പക്ഷീനെ, ആ നീല കളർ പക്ഷീനെ വിളിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ബഹു പാസ് നെഹി മാത്തി, അത് അടുത്ത് വരില്ല. പാസ് നെഹി മാത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത് വരില്ല, അത് അടുത്ത് വരില്ല. എന്നിട്ടോ എന്താ പറഞ്ഞത്? ഓർ ജഡ് സേ ഉഡ് ജാത്തി, അടുത്ത് വരികയില്ല, ഉടനെ തന്നെ പറന്നു പോവുകയും ചെയ്യും. ജഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പെട്ടെന്ന് എന്നാണ്. ഓക്കെ, ഇതേ കണ്ടോ? ജഡ്
ജഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യും? ഉഡ്ജാത്തി പറന്നു പോകും എന്നാ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു ആശയമാണ്. നന്നാക്കിയിട്ട് പഠിച്ചു വെക്കണം. അപ്പം നമ്മൾ കവിതയിൽ കുറേ വരികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കവിത പഠിച്ചപ്പോൾ മിസ്സിൻ്റെ മക്കൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും, അയ്യോ ഇത് ഒരുപാടുണ്ടല്ലോ, ഇത് എങ്ങനെയാ മനസ്സിലാവുക എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. നോക്കിയോ, മിസ് കാണിച്ചു തരാം. നമ്മൾ കവിതയിൽ പഠിച്ച വരികൾ ഇതൊക്കെ ആയിരുന്നു. കണ്ടോ, ആദ്യത്തേൽ എന്താ പറഞ്ഞിട്ടുള്ളത്? മിസ് വായിച്ചു തരാം ഒന്ന്. നോക്കിയോളൂ. നീലേ ആസ്മാൻ സേ ഉതരി നീലി ഏക്ക് നിരാലി ചിടിയാ ഗാത്തി ഉടനെ വാലി ചിടിയാ ഉടനെ ഉടുത്തി ഗാനെ വാലി ചിടിയാ. കണ്ടോ, അതായത് എന്താണ്? നീലാകാശത്തിൽ നിന്നും പറന്നു വന്നിട്ടുള്ള പക്ഷിയാണ്, നീല പക്ഷിയാണ്, പറന്നുകൊണ്ട് പാടുന്നു, പാടിക്കൊണ്ട് പറക്കുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കണ്ടോ, നീല പക്ഷി ആകാശത്ത് നിന്നും ഇങ്ങനെ പാട്ടുപാടി വരികയാണ്. ഇനി അടുത്ത എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇസ്റ്റാലീസേ ഉസ്റ്റാലി പർ, ഈ കൊമ്പിൽ നിന്നും ആ കൊമ്പിലേക്ക് എന്താണ്? ഉഡ് ജാനേ വാലി ചിടിയ, പറന്നു പോകുന്ന പക്ഷി. പിന്നെ അടുത്ത എന്താണ്? ലാഖ് ബുലാവും ലേക്കിൻ മേരെ പാസ് ആനേ വാലി ചിടിയ, വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരാറില്ലാത്ത പക്ഷിയാണ്. കണ്ടോ, ഒരു കൊമ്പിൽ നിന്നും എന്ത് ചെയ്യും? അടുത്ത കൊമ്പിലേക്ക് ചാടി ചാടി പോകുന്ന പക്ഷിയാണ്. പിന്നെ അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? കണ്ടോ, ഇലകളുടെ പിന്നിൽ പത്തേക്കേ പീച്ചേ, ഇലകളുടെ പിന്നിൽ എന്താ ചെയ്യുന്നത്? അത് ഒളിച്ചിരുന്നിട്ട് ഗാനേ വാലി ചിടിയ, പാട്ടുപാടുന്ന പക്ഷിയാണ്. കണ്ടോ, ഇലകളുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത്. ഇനി അടുത്ത എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? നീലാകാശത്തില് നീലേ ആസ്മാൻ സേ ഉതരി നീലി ഏക്ക് നിരാലി ചിടിയ, നീലാകാശത്ത് നിന്നും പറന്ന് വന്നിട്ടുള്ള നീല കളറുള്ള പക്ഷി. കണ്ടോ, ഇത്രയും വരികൾ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മുടെ കവിതയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും കുറേ വരികൾ ഉണ്ടായിരുന്നു. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതായത് ചിറകടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? നീച്ചേ ആക്കർ, താഴെ വരും. എന്തിനു വേണ്ടിയിട്ടാണ്? ദാനേ ഖാനേ വാലി ചിടിയ, ധാന്യം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ? ധാന്യം കഴിക്കുന്ന പക്ഷിയാണ്. കണ്ടോ, പറന്ന് വന്നിട്ട് ചിറകടിച്ച് പറന്ന് വന്നിട്ട് താഴെ വരും, ധാന്യം കഴിക്കും. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? അതിനെ വിളിച്ചു കഴിഞ്ഞാൽ, അടുത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? മൈൻഡ് ചെയ്യൂല, വരില്ല, പറന്ന് തിരിച്ചു പോകും. കണ്ടോ, തിരിച്ചു പറന്നു പോകുന്നത്. കണ്ടോ, ജഡ് ഉഡ് ജാനേ വാലി ചിടിയ, പെട്ടെന്ന് ഉഡ് ജാനേ വാലി, പറന്നു പോകുന്ന പക്ഷി. ഓക്കെ, റെഡി അല്ലേ? ഇത്രയും വരികളും നമ്മൾ കവിതയിൽ പഠിച്ചിട്ടുണ്ട്. ആ ഒരു വരിയുടെ ആശയം, അത്രയും വരികളുടെ ആശയമാണ് മിസ് നിങ്ങൾക്ക് ഇവിടെ ചെറുതാക്കി ഷോർട്ടാക്കി പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം മിസ്സിൻ്റെ മക്കൾ നന്നാക്കി എന്ത് പഠിക്കുക? ഈ ചാപ്റ്ററിൻ്റെ ഈ ആശയം പഠിച്ചു വെക്കുക. ഓണപരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ഈ ചാപ്റ്ററിൻ്റെ ഓരോ വരികളും മിസ് ചിത്രങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെയാണ് പഠിപ്പിച്ചത്? നമ്മുടെ എജുപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിലാണ് മിസ് പഠിപ്പിച്ചത്. ചിത്രങ്ങൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവുമല്ലോ മിസ്സിൻ്റെ മക്കൾക്ക് അല്ലേ? എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്മറിയിൽ അത് ഓർത്ത് വെക്കാൻ, സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പം മിസ് ഈ ചാപ്റ്റർ മാത്രമല്ല, എജുപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ എല്ലാ ചാപ്റ്ററും, നിങ്ങളുടെ ഹിന്ദിയുടെ എല്ലാ ചാപ്റ്ററും മിസ് നിങ്ങൾക്ക് ചിത്രങ്ങൾ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ പഠിക്കണ്ടേ? ചിത്രങ്ങൾ വെച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കണ്ടേ നിങ്ങൾക്ക്? അപ്പോൾ എന്ത് ചെയ്തോ? ഇപ്പം തന്നെ അങ്ങ് കയറിപ്പോന്നോ നമ്മുടെ സൂപ്പർ ബാച്ചിലേക്ക്. താഴെ കൂടെ ഒരു നമ്പർ പോകുന്നത് കാണാം, അതിൽ വിളിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങളുടെ പേര് കൊടുത്താൽ മതി. പേര് കൊടുത്താൽ പൈസയൊന്നും പോകില്ല. ആരും പേടിക്കണ്ട കേട്ടോ, അങ്ങനെ ടെൻഷനൊന്നും വേണ്ട, പൈസയൊന്നും എവിടെയും പോകില്ല. ഓക്കെ, അപ്പം സൂപ്പർ ബാച്ചിലേക്ക് എല്ലാവരും പോന്നോ. ഹിന്ദി നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്റ്റ് അല്ലേ? നമുക്ക് ചിത്രങ്ങൾ വെച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പം മിസ്സിൻ്റെ മക്കളെല്ലാവരും വന്നോ. നമ്മുടെ അടുത്ത ബാച്ച് തുടങ്ങുന്നത് 17-ാം തീയതിയാണ്. 17-ാം തീയതിയാണ്. പെട്ടെന്ന് വന്നോ, ഈസി ആയിട്ട് നമുക്ക് പഠിച്ചിട്ട് വരാം. സെറ്റാണ്? സെറ്റ് മിസ്സായി ആണല്ലോ, റെഡി ആണല്ലോ? അപ്പോൾ മക്കളെ, നമുക്ക് ഓണ എക്സാമിന് വേണ്ടിയിട്ട് ഇനിയും കുറേ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ സ്വാതി മിസ് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിൻ്റെയും ഇതേപോലെയുള്ള ഈസി സമ്മറി ആയിട്ട് വീണ്ടും നിങ്ങൾക്ക് വരും, നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾ സൂപ്പറാക്കി പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ എജുപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ അങ്ങ് ജോയിൻ ചെയ്തോ. ഒരുപാട് ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ചിത്രങ്ങളും വീഡിയോസും ഒക്കെ കാണിച്ചു തന്നിട്ട് മിസ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. സെറ്റാണ്? റെഡിയാണ്? അപ്പം നമുക്ക് എവിടെ കാണാം? സൂപ്പർ ബാച്ചിൽ കാണാം. ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്തോട്ടോ നിങ്ങളുടെ പേര്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? സോ മകളെ, താങ്ക് യു സോ മച്ച്. മിസ് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു സമ്മറി പറഞ്ഞു തരാനും വരാം കേട്ടോ. സെറ്റാണല്ലോ? യെസ്.